ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാമ്പ് മീറ്റർ കൊണ്ട് നമുക്ക് എർത്തിങ് വാല്യൂ, അതായത് ന്യൂട്രൽ എർത്തുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് നോക്കാം. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് എർത്ത് വാല്യൂ 0 ആണ്. അതായത് എർത്തിങ് വാല്യൂ ഒറിജിനലി 0 ആയിട്ടാണ് വരുന്നത്. അപ്പം എർത്തും ന്യൂട്രലും തമ്മിലുള്ള വാല്യൂം 0 ആണ് എന്ന് പറയുന്നവരുണ്ട്. അതായത് പ്രോപ്പറായിട്ട് അത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള കണക്കനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് 0.1ഉം അതേപോലെ 2ഉം ആണ് വരുന്നത്. ഗുഡ് നല്ലതായിട്ട് വരുന്നത് ഇച്ചിരി നല്ലതെന്ന് പറയുന്നത്, ഇച്ചിരി നല്ലതെന്നല്ല, ഗുഡായിട്ട് പറയുന്നത് 2.1ഉം അതേപോലെ 5 വരെ ആകാം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ടു ബി മെയിൻ്റനൻസിൻ്റെ ആ രീതിയിലാണെങ്കിൽ 5 to 10 വരെ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പറയുന്നത്, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് 5 തൊട്ട് 7 വരെ ഉള്ളത് കൊള്ളാമെന്നും, ചിലർ പറയുന്ന 7 വരെ ആകാം എന്നും പറയുന്നുണ്ട്. ഒറിജിനലി എർത്ത് ന്യൂട്രലുള്ള മാക്സിമം പെർമിസിബിൾ വോൾട്ട് എന്ന് പറയുന്നത് 3 വോൾട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ എല്ലായിടത്തും വേരിയേഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ രീതി വെച്ചിട്ടുള്ള കണക്ഷൻ ലോഡ്, നമ്മുടെ നാട്ടിലെ കണക്ഷൻ ലോഡ് ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അതേപോലെ തന്നെ ഈക്വലായിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ഉള്ള വോൾട്ടിനെ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ, അതായത് KCB ട്രാൻസ്ഫോമറിൽ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നത്. അപ്പം പക്കാ ലോഡുള്ള സ്ഥലത്താണെങ്കിൽ ന്യൂട്രും എർത്തും തമ്മിൽ ചെക്ക് ചെയ്താൽ കിട്ടുന്ന വോൾട്ട് 0 ആയിരിക്കും. അതായത് പക്കാ ലോഡുള്ള സ്ഥലത്ത് ന്യൂട്രും എർത്തും കൂടെ ചെക്ക് ചെയ്താൽ കിട്ടുന്ന ഇത് 0 ആയിരിക്കും എന്തായാലും. അപ്പം വേരിയബിളായിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. അതായത് 0 തൊട്ട് നമുക്ക് 5 വരെ ചിലയിടത്ത് കാണിക്കും, അല്ലെങ്കിൽ 4 വരെ കാണിക്കും, അല്ലെങ്കിൽ 0 മുതൽ 3 വരെ കാണിക്കും. നമുക്ക് മാക്സിമം പെർമിസിബിളായിട്ടുള്ള വോൾട്ട് എന്ന് പറയുന്നത് 3 വോൾട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് വേണ്ടത്, നമുക്ക് കറൻറ്റിൽ എത്ര വോൾട്ട്, അപ്പം വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ഇത് ചേഞ്ചസും ആയിക്കൊണ്ടിരിക്കും. പ്രോപ്പറായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു ടെസ്റ്റ് ലാമ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾബ് കത്തിച്ച് നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഇപ്പം ക്ലാമ്പ് മീറ്ററാണ്, നമ്മൾ ക്ലാമ്പ് മീറ്റർ കൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പം ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ഫേസും ന്യൂട്രും തമ്മിലൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എത്ര വോൾട്ട് വരുന്നുണ്ട്, അതായത് നമ്മുടെ ലൈൻ വോൾട്ട് എത്രയായിട്ടും വരുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ ഫേസും എർത്തും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ന്യൂട്രും എർത്തും നമുക്ക് ക്ലാമ്പ് മീറ്റർ കൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതെന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെനിക്ക് കുറച്ച് ഡൗട്ടുകൾ, ഞാൻ വീഡിയോ എടുക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഒരു വേരിയബിളായിട്ട് ഇങ്ങനെ 0 മുതൽ 5 വരെ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ 4 വരെയാണോ, പിന്നെ പെർമിസിബിൾ വോൾട്ട് 3 വോൾട്ട് വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അത് എനിക്കും അതേപോലെ മറ്റുള്ളവർക്കും അതൊരു വലിയൊരു ഉപകാരമായിരിക്കും, അല്ലെങ്കിൽ അറിവ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ഈസി ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. അപ്പോൾ കൂടുതൽ മറ്റുള്ളവർക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ രീതിയിൽ ഫേസും എർത്തും നമുക്ക് ക്ലാമ്പ് മീറ്റർ കൊണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതൊരു മിനി പോക്കറ്റ് ഒരു ക്ലാമ്പ് മീറ്ററാണ്. ഇതിനു മുമ്പേ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അത് നമ്മളിപ്പം ഇടുന്നത് 450 വോൾട്ട് റേഞ്ചിലാണ് കിടക്കുന്നത്. മാക്സിമം 450 വോൾട്ട് വരെ നമുക്കിത് ചെക്ക് ചെയ്യാം, ഈ ക്ലാമ്പ് മീറ്ററിൽ ചെക്ക് ചെയ്യാം. 20 തൊട്ട് 400 ആമ്പ് വരെ കറൻറ്റ് നമുക്ക് നോക്കാൻ പറ്റും. എത്ര ആംസ് ആണെന്ന് നമുക്കിത് വേരിയബിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 600 വോൾട്ട് AC DC നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി റെസിസ്റ്റൻസും അതേപോലെ ഓംസൊക്കെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 450 വോൾട്ട് ACയിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോബ് നമുക്കിങ്ങോട്ട് 450 പിടിച്ച് ഇടാം. ഇപ്പം കിടക്കുന്ന 600-ലാണ്. ഒന്നും കൂടെ തിരിക്കുമ്പോൾ അവിടെ കറക്റ്റ് 400-ൽ ഈ ആരോ മാർക്ക് എത്തി. അപ്പോൾ 450 വോൾട്ടിലാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 പ്രോബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സോക്കറ്റിലാണ് നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ പോകുന്നത്.
ഇപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഫേസ് വരേണ്ടത്. അത് തിരിച്ചും മറിഞ്ഞും പോകില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് റൈറ്റ് സൈഡിലാണോ നമുക്ക് കറണ്ട് സപ്ലൈ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റർ വേണമെങ്കിൽ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോബ് കൊണ്ട് തന്നെ ഫേസും എർത്തുമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴും മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ടെസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ കറക്റ്റ് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഫേസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ന്യൂട്രലാണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് എർത്തുമാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റാൻഡേർഡ് നിയമപ്രകാരമുള്ള ഫേസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. പലരും തിരിച്ചും മറിച്ചും ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ എങ്കിൽ അവരൊന്ന് മനസ്സിലാക്കേണ്ടത് കറക്റ്റ് റൈറ്റ് സൈഡിൽ തന്നെയാണ്, അതായത് വലത് സൈഡിൽ തന്നെയാണ് നമുക്ക് ഫേസ് കണക്ട് ചെയ്യേണ്ടത്. എന്തായാലും നമുക്കൊന്ന് പ്രോബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ എത്ര ലോഡ് നമുക്ക് ലൈനിൽ കൂടെ ഉണ്ട്, എത്ര വോൾട്ട് വരുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ 2 പ്രോബ് എടുത്തു. നമ്മൾ ക്ലാമ്പുവിൻ്റെ പ്രോബ് എടുത്തു. കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് ന്യൂട്രലും അതേപോലെ റെഡ് ഫേസിലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. എന്തായാലും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോയും കൂടെ ചേർത്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഒന്ന് കുത്തി നോക്കാം എത്ര വോൾട്ട് കാണിക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. 241 കറക്റ്റ് 241 അങ്ങോട്ടും ഇങ്ങോട്ടും 240 വരുന്നുണ്ട്. നമുക്കതെന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ വരുന്നത് ഫേസും ന്യൂട്രും തമ്മിലുള്ളത് 240 ഇപ്പോൾ. ഇനി അടുത്ത് ഫേസും എർത്തും തമ്മിലുള്ളത്, അതായത് ഫേസും എർത്തും തമ്മിലുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റെഡ് നമ്മൾ ഫേസിൽ കൊടുത്തു, ബ്ലാക്ക് നമ്മൾ എർത്തിലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫേസ് എർത്തിലും ബ്ലാക്ക് ഫേസ് റെഡ് കളർ ഫേസിലും അത് ബ്ലാക്ക് പ്രോബ് നമ്മൾ എർത്തിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കറക്റ്റ് വരുന്നത് 240 241 ആ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫേസും എർത്തും നമുക്ക് 240 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ന്യൂട്രും, അതായത് ന്യൂട്രും എർത്തുമായിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ന്യൂട്രും എർത്തുമായിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രോബ് നമ്മൾ ചെയ്തതിന് ന്യൂട്രിൽ കൊടുക്കേണ്ടത് റെഡ് കളർ പ്രോബാണ്, എർത്തിൽ കൊടുക്കേണ്ടത് ബ്ലാക്കുമാണ്. മാറിപ്പോകരുത്. റെഡ് കളറ് ന്യൂട്രലും അതേപോലെ ബ്ലാക്ക് കളറ് നമുക്ക് ഇതിലുമാണ്, അതിൽ എർത്തിലുമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ക്ലാമ്പ് മീറ്ററിൽ നോക്കി കാണാം. 2 ആണ് കാണിക്കുന്നത്. കറക്റ്റ് 2 ആണ് കിട്ടുന്നത്. അതായത് നല്ല രീതിയിലുള്ള എർത്തിങ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എർത്തി വാല്യൂ 2.1ഉം 2.5 വരെ ആവാം എന്നാണ്. യഥാർത്ഥത്തിൽ 2 ആണ് യഥാർത്ഥ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതെപ്പോഴും നമ്മളങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. മാക്സിമം നമുക്ക് പെർമിസിബിളായിട്ടുള്ള വോൾട്ട് 3 വോൾട്ടായിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ശരിയായ രീതിയിലുള്ള എർത്തിങ് ആണ് കിട്ടുന്നത് എങ്കിൽ, അതായത് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ആണ് എന്നുണ്ടെങ്കിൽ 0 to 5, അതായത് 2 to 3 അല്ലെങ്കിൽ 1 to 3 ഈ റേഞ്ചിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എർത്തിങ് പ്രോപ്പറായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കിട്ടുന്നത് 2 ആണ്. അതായത് ബെസ്റ്റ് എന്നുള്ളത് ബെസ്റ്റ് കണ്ടീഷൻ, അതായത് ബെസ്റ്റ് എർത്തിങ് കണ്ടീഷൻ എർത്ത് വാല്യൂ ആയിട്ട് വരുന്നത് 0.1 to 2 ആണ് വരുന്നത്. പിന്നെ ഗുഡ് എന്ന് പറയുന്നത് 2.1 to 5, അതായത് ഇവിടം മുതൽ 0 തൊട്ട് 5 വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരാം. ചിലയിടത്ത് 3 കാണിക്കുന്നുണ്ട്, ചിലയിടത്ത് 4ഉം കാണിക്കുന്നുണ്ട്, ചിലയിടത്ത് 5ഉം കാണിക്കുന്നുണ്ട്. അതേപോലെ 7ഉം അങ്ങനെ കൂടി പോകുന്നതും കണ്ടിട്ടുണ്ട്. അത് ഇതേപോലെ രീതിയിൽ പ്രോപ്പറിങ് ആയി പോകാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയത് 2 ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അത് എനിക്കും കൂടെ ഒരു അറിവായിരിക്കും, അത് മറ്റുള്ളവർക്കും കൂടെ അത് നമുക്ക് പകർന്നു കൊടുക്കാം. അപ്പം നമുക്കിവിടെ കിട്ടിയത് 2 ആണ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അപ്പം കറക്റ്റായിട്ട് കിട്ടി. നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു എർത്തിങ് ആണ് നമുക്ക് ഇപ്പം പറഞ്ഞേക്കുന്നത്. 0.1 to
2. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. 2 ആണ് എർത്തിങ് വാല്യൂ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഫേസും ന്യൂട്രലും തമ്മിൽ 240 വോൾട്ടും, അതായത് ഫേസും എർത്തും 240 വോൾട്ടും കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് 2 വോൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. യഥാർത്ഥത്തിൽ എർത്തും ന്യൂട്രലും മാക്സിമം പെർമിസിബിൾ വോൾട്ടായിട്ട് പറയുന്നത് 3 വോൾട്ടാണ് പെർമിസിബിളായിട്ട് നമുക്കിവിടെ പറയുന്നത്. എങ്കിൽ നമുക്കിവിടെ 2 വോൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള കണക്ഷൻ ലോഡ് ഈക്വലൊന്നും അല്ലല്ലോ. ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടണം എന്നൊന്നുമില്ല. അതേപോലെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും ഈക്വലായിട്ട് ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അവർ വോൾട്ടേജിനെ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് അവർ ട്രാൻസ്ഫോമർ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നത്. എല്ലാ ട്രാൻസ്ഫോമറിലും ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നത്, അതായത് ലോഡിനെ ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പക്കാ ലോഡുള്ള സമയത്ത് ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പം നമുക്ക് എർത്ത് വാല്യൂ എന്ന് പറയുന്നത് 2 നമുക്ക് കിട്ടി. അപ്പം ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ഞങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.